ഹലോ നമസ്കാരം. എലൈറ്റ് എക്സ്പെർട്ടീസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറിൽ സ്വീറ്റി മാത്യൂസ്, എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞാൻ ഫാർമഡി പഠിച്ചിട്ട് ഇപ്പോൾ ഒമാനിൽ ജോലി ചെയ്യുന്നു ഫാർമസിസ്റ്റ് ആയിട്ട്. എലൈറ്റ് എക്സ്പെർട്ടീസ് ക്യാപ്സ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്, അതായത് ക്യാപ്സ് എക്സാം, ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ നടത്തുന്ന ഒരു യോഗ്യത പരീക്ഷയാണ്. ഓസ്ട്രേലിയയിൽ ഫാർമസിസ്റ്റ് ജനറൽ രജിസ്ട്രേഷന്റെ ആദ്യ ചുവടാണ് ക്യാപ്സ് എക്സാം. ഈ എക്സാമിന് ശേഷം ഒരു വിദേശ ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ക്യാപ്സ് എക്സാം വിജയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമും കൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസ് വിസാസ് ആയ 190 വിസ, 491 വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. തുടർന്ന് ഓസ്ട്രേലിയയിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ്, ഇന്റേൺ റിട്ടേൺ ആൻഡ് ഓറൽ വൈവ എക്സാമിന് ശേഷം നിങ്ങൾ ഒരു ഫുള്ളി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവുകയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവുകയും ചെയ്യാം. ഇത്തവണ ജൂലൈ മാസത്തിൽ നടന്ന ക്യാപ്സ് എക്സാമിന്റെ ഒരു വിജയിയാണ് ഞാൻ. എലൈറ്റ് എക്സ്പെർട്ടീസിന് 90% അബവ് ആയിരുന്നു വിജയ ശതമാനം. അതും എല്ലാവരും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരാണ്. ഇതിലെ ഞങ്ങളുടെ 2 ടീച്ചേഴ്സ് ആയ ആരിഫ് സർ ആൻഡ് ഹാരിക മാം ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ചെയ്യുന്ന രജിസ്റ്റേർഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. ഇവരുടെ മികച്ച പരിശീലനവും പിന്തുണയും വഴിയാണ് ഞങ്ങൾ പാസ്സായതും. നിങ്ങൾക്കും ആദ്യത്തെ തവണ പാസ്സാകാവുന്നതാണ്. എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ സേവനങ്ങൾ ക്യാപ്സ് എക്സാം മാത്രമല്ല, തുടർന്ന് നിങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടുള്ള ഇന്റേൺ റിട്ടേൺ എക്സാം, ഓറൽ വൈവ എക്സാം എന്നിവയ്ക്കും കൂടെ എലൈറ്റ് എക്സ്പെർട്ടീസ് പ്രിപ്പറേഷൻ തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇവർ പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ എല്ലാ ഫാർമസിസ്റ്റ് മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്നെ പോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്യാപ്സ് എക്സാം പാസ്സായ ഷാരോൺ ആണ്. ഹലോ ഷാരോൺ ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടുന്നാ വരുന്നേ, എന്താ ഇപ്പൊ ചെയ്യുന്നേ, ലൈക്ക് ജോലിയാണോ, എങ്ങനെയാണോ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ഷാരോൺ. ഞാൻ തൃശ്ശൂർ ജില്ല, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ പഠിച്ചത് ചാലക്കുടിയിലാണ്. ബിഫാം ഗ്രാജുവേറ്റ് ആണ്. എന്റെ ബിഫാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 years മുകളിലായി. നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. ഞാനിവിടെ റീറ്റെയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് നാട്ടില്. അപ്പോൾ പുറത്തേക്ക് പോകണം എന്ന് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. ഈ ബിഫാം പഠിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പുറത്തേക്കുള്ള ചാൻസസ്. ഞാനിപ്പോ ദുബായ് MOI ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് വീണ്ടും ഞാൻ റീറ്റെയിൽ ഫാർമസിയിൽ തന്നെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോണ ഒരു അവസരമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ ഇങ്ങനെ അവിടെയൊക്കെ പോയി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവിടെയൊക്കെ പോയി പിന്നെ അവിടെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആകെ ഞാൻ നോക്കിയിട്ട് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും വന്നു തോന്നുന്നു. അപ്പൊ ഓസ്ട്രേലിയയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോ എന്നെ ഓസ്ട്രേലിയയിൽ ക്യാപ്സിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ക്യാപ്സ് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. അവരത് അധികം പേരൊന്നും പാസ്സാവില്ല എന്നൊക്കെയുള്ള അറിവുകളാണ്. അപ്പൊ ഞാനിങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാണ് ഞാനിങ്ങനെ എലൈറ്റ് എക്സ്പെർട്ടൈസിനെ കുറിച്ച് അറിയുന്നതും മുഹമ്മദ് ആരിഫ് സാറും പിന്നെ ഹാരിക മാഡത്തിന്റെയും കോച്ചിങ്ങിനെ കുറിച്ച് അറിയുന്നത്. പ്രീവിയസ് ബാച്ച് സ്റ്റുഡൻസിന്റെ അവരുടെ റിവ്യൂസിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ക്യാപ്സിൽ ജോയിൻ ചെയ്തു. ഇവരുടെ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു അതൊരു വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. വളരെ നന്നായി അവര് നമ്മളെ ഗൈഡ് ചെയ്തു. ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ആരിഫ് സാറും ഹാരികമ്മയും അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഈവൺ അവര് ഓൺലൈൻ ക്ലാസ്സസിൽ നമുക്ക് ക്യാപ്സിന് കോച്ചിങ് തരുന്നതോടൊപ്പം തന്നെ അവര് അവിടെ നിങ്ങൾ ഇനി അവിടെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെയാണ് ഓറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാ എന്നുള്ളതും കൂടിയും അവര് നോട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏത് ഒക്കെ നമ്മൾ ഏത് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, എങ്ങനെ നമ്മൾ ക്യാപ്സിന് പ്രിപ്പയർ ചെയ്യണം. കാരണം അതൊരു വാസ്റ്റ് സിലബസ് ആണ്. ബിഫാം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എന്താ പറയാ വാസ്റ്റ് സിലബസ് ആണ്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സും ആണ് കുറെയൊക്കെ. അപ്പോ ആരിഫ് സാറൊക്കെ കെമിസ്ട്രി സ്ട്രക്ചേഴ്സ് കൺസൈസ് ചെയ്ത് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അത് റിപ്പീറ്റഡലി ചോദിക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു.
അതെ. ഏതിലൊക്കെ സ്ട്രെസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ സാറിന്റെ CVSഉം അതുപോലെ തന്നെ CNSന്റെ നോട്ട്സും അസൈൻമെന്റ്സും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഹരിക മാഡത്തിന്റെ ക്ലാസ്സിൽ റിപ്പീറ്റഡ്ലി ഓരോ പോയിന്റ്സും ഹരിക മാഡം ഓരോ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകാത്ത തക്ക വിധം അത് എന്നും ഓർത്തിരിക്കത്തക്ക വിധം ഹരിക മാഡം പറഞ്ഞു തന്നിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അതിൽ മറ്റു ഓപ്ഷൻസ് എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അതെ. അപ്പൊ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നും കൂടി അവർ പറഞ്ഞിരുന്നുണ്ട്. അതെ. അത് പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ട്. അതാണ് അവരെ ഒന്ന് മാറ്റി നിർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് കോച്ചിങ് സെന്റേഴ്സിനേലും കുറവ് സമയവും നമുക്ക് ഫീസ് നോക്കുകയാണെങ്കിൽ വളരെ, ഒരു കുട്ടിയുടെ കമന്റ് ഉണ്ടായിരുന്നു, ഇനി എഴുതാൻ പോകുന്ന ഒരു കോച്ചിങ് എടുക്കാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആണ് കോച്ചിങ് എന്നൊക്കെ. അപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റ് കോച്ചിങ് സെന്റേഴ്സിനേലും ഫീസ് വളരെ കുറവാണ് ലൈറ്റിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്നാ ജോയിൻ ചെയ്ത് എത്ര നാളെടുത്തു ഇത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്ന് പറയാവോ? ലൈക്ക് എന്ന് ജോയിൻ ചെയ്തു? ജോയിൻ ചെയ്തത് മാർച്ച് ബാച്ചിന്റെ ഒപ്പം എക്സാം എഴുതണം എന്ന് വിചാരിച്ച് ഞാനൊരു മാർച്ച് അവർക്ക് 2 മാസം മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്തത്, മാർച്ചിനേലും. പക്ഷെ എനിക്ക് അന്ന് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് പറ്റിയിരുന്നില്ല. ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. അത് 3-4 ക്ലാസ് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്തത് ഒരു 4 months കൊണ്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. കാരണം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലാസ്സുകൾ അങ്ങോട്ട് ആദ്യത്തെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ അത് ഇവരുടെ എലൈറ്റ് എക്സ്പെർട്ടീസിന്റെ ഒരു പ്രത്യേകതയും കൂടെ അല്ലേ ഈ ഒരു റെക്കോർഡഡ് സെഷൻസ്? ഞാൻ ഇതുപോലെ കുറെ നോക്കിയിട്ട് നമുക്ക് കാരണം ഞാനും ജോലി ചെയ്തോണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ഈ റെക്കോർഡഡ് സെഷൻസ് ആയിരുന്നു ഇതിനകത്തെ ഒരു കോർ പാർട്ട്. അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു, ആ ക്ലാസ് ഇല്ല. ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുട്ടികളും വർക്ക് ചെയ്യണവരൊക്കെ ആവുമ്പോൾ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഇല്ലാണ്ട് ശരിയാവില്ല, ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോ നോട്ട്സ് ഒക്കെ റെക്കോർഡഡ് ക്ലാസ് അതിൽ നിന്ന് എഴുതിയെടുക്കും. പിന്നെ അവന്റെ ഹാൻഡ് ഔട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു 64-65 കൺസെപ്റ്റ് ബേസ്ഡ് ക്ലാസ്സസ് മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 20-25ഓളം മോക്ക് ടെസ്റ്റും അതിന്റെ റീസെന്റ് റീകോൾസും അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 85 എബോവ് ക്ലാസ്സസ് അവര് തന്നിട്ടുണ്ട്. വളരെ ഹെൽപ്പ് എൻഡ് ക്ലാസ്സസ് എന്നൊക്കെ അവരവരുടെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് അവരുടെ ലൈഫ് നോക്കാതെ തന്നെ അവര് നമുക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവര് ഒരു 4 hours ഒക്കെ കണ്ടിന്യൂസ് ക്ലാസ്സസും അങ്ങനെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ എടുത്തിരുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ക്യാപ്സിന് വളരെ പേടിച്ചാണ്. കാരണം ഈ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞപ്പോഴും വളരെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. പാർട്ട് ബി ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു. പക്ഷെ എന്നാലും ഒരു കോച്ചിങ് കൊണ്ടും കുറെയൊക്കെ അതൊക്കെ നമുക്ക് ചെയ്തൊക്കെ നമുക്ക് ഒരുവിധം ബൈഹാർട്ട് ആയി തുടങ്ങിയിരുന്നു. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് സ്റ്റഡി അവേഴ്സ് എത്ര മണിക്കൂർ വെച്ച് കൊടുത്തായിരുന്നു? അത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു 2 മണിക്കൂർ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അതിനൊരു നോട്ട്സ് എഴുതലും നമ്മൾ പഠിക്കലൊക്കെ ആയിട്ട് ഒരു എങ്ങനെ പോയാലും ഒരു 3-4 hours നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും ജൂൺ മാസമൊക്കെ ആയപ്പോഴേക്കും ഫുള്ളി നമ്മൾ ഒരു 6 hours 8 hours ഒക്കെ എന്തായാലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. എന്നാലും നമുക്കത് കാൽക്കുലേഷൻസ് ഒക്കെ നോക്കാം. ഏറ്റവും അവസാനം കാൽക്കുലേഷൻസിലേക്കും സ്ട്രക്ചേഴ്സും അതിനു വേണ്ടി കുറച്ച് സമയം എല്ലാ ദിവസവും മാറ്റി വെക്കണം. അങ്ങനെ കാരണം അതൊക്കെ പെട്ടെന്ന് വോളറ്റൈലാണ്, പെട്ടെന്ന് നമുക്ക് മറന്നു പോകും. കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, സ്ട്രക്ചേഴ്സ് അങ്ങനെ. പിന്നെ ക്ലാസിഫിക്കേഷൻസ് അറിയാലോ, എല്ലാ ദിവസവും ഒന്ന് റീകളക്ട് ചെയ്യണം. എന്തെങ്കിലും ചേച്ചിയുടെ വക ലൈക്ക് എന്തെങ്കിലും ടെക്നിക്സ് ഓർ ടിപ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്? എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നോ? സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പാർട്ടുകൾ എവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം നമുക്ക് എഴുതി വെച്ചാല്, പിന്നെ സെക്കൻഡ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നാല് നമുക്ക് ഏറ്റവും അവസാന നിമിഷം ഒന്ന് നോക്കണമെങ്കിൽ ഡൗട്ട് ഒന്ന് നോക്കാൻ അത് എളുപ്പമായിരിക്കും. എല്ലാം അത്ര പ്രാക്ടിക്കൽ അല്ല എന്നിരുന്നാലും പിന്നെ അതുപോലെ തന്നെ ഫോർമുലാസ് ഒക്കെ ഒരു ഇതിൽ എഴുതി വെക്കുക, സ്ട്രക്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകുമ്പോഴും മറിച്ച് നോക്കാനായിട്ട് നമുക്കിപ്പോ
എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് നോക്കണമെങ്കിൽ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ അങ്ങനെ എല്ലാം വാരി വലിച്ച് നമുക്ക് നോക്കാൻ പറ്റില്ല ആ സമയത്ത്. എല്ലാം കൂടി നമുക്ക് ഒരു മിനിറ്റ് ആ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാം ഓടിച്ചെത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്കതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നോട്ട്സ് എഴുതുക എന്നുള്ള ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഹാൻഡ് ഔട്ട്സ് എല്ലാം ഉണ്ട്, എന്നാലും നമ്മുടെ ഒരു രീതി കുറച്ച് നോട്ട്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് വായിക്കാനും എല്ലാം വായിക്കാനായിട്ട് അപ്പൊ നമ്മുടെ തന്നെ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും ഏത് സംഭവമാണെന്നുള്ളത്, അതെ. എങ്ങനെയാണ് അത് വരണെന്നുള്ളത്. ഫുള്ളല്ല, ജസ്റ്റ് ഒരു കുറച്ച് മെയിൻ പോയിന്റ്സ് വേറെ ഹാൻഡ് ഔട്ട്സിനകത്ത് ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ. അതെ അതെ. ഇത്തവണത്തെ എക്സാം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നു, ടഫ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുറെയൊക്കെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ശരിക്കും ഡെപ്തിൽ ചോദിച്ചൊക്കെ. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒക്കെ നേരിട്ടത് ചേച്ചി? ലൈക്ക് ആ സമയത്ത് എക്സാമിന്റെ ടൈമിലൊക്കെ എങ്ങനെ എലൈറ്റ് എക്സ്പെർട്ടീസ് ഹെൽപ്പ് ചെയ്തത് അതിലൊക്കെ? അത് എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇവരുടെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സസിൽ ഒന്നും വിട്ട് കളയാനില്ല. എല്ലാം നന്നായി. ഹലോ, ഇവരുടെ ഓൺലൈൻ ക്ലാസ്സസിൽ ഒന്നും വിട്ട് കളയാനില്ല. എല്ലാം ഇവർ പറയുന്നതെല്ലാം നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ് എക്സാമിന്. അതായത് ഇപ്പൊ സാറ് CS ക്ലാസ്സിലും അതുപോലെ തന്നെ CNS ക്ലാസ്സിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പഠിക്കാനായിട്ടുള്ളതല്ല എങ്കിലും അതിലത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതല്ല, പക്ഷെ അതെങ്ങനെ നമുക്ക് വരും എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ഹാരിക മാഡം ആയാലും നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് അറ്റൻഡൻസ് സിസ്റ്റം, കോർഡിനേഷൻ സിസ്റ്റം ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റും അങ്ങനെ സ്റ്റോറീസ് പോലെ ഇങ്ങനെ പറഞ്ഞു തന്ന്. അതെ, അതൊക്കെയാണ് പെട്ടെന്ന് ക്ലിക്ക് ആവുക. നമുക്ക് ആ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ, എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ഇന്നതൊക്കെയാണ് കൺഫ്യൂഷൻ വരുമ്പോ ഇത് ഇങ്ങനെയാണ് വരാ എന്നുള്ളത് നമുക്കത് വളരെ എഫക്റ്റീവാണ് ക്ലാസ്സുകൾ. അത് പഠിക്കേണ്ടതാണ്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബിഫാം പഠിച്ചിട്ടുണ്ട്, അപ്പൊ ഒരു ബേസിക് നമുക്കറിയാം. പക്ഷെ അത് പറഞ്ഞു തരിക എന്നുള്ളത് അതൊരു കഴിവാണ്. അത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പാകത്തിന് പറഞ്ഞു തരിക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്. അത് രണ്ടും ഇവര് എന്താ പറയാ, വളരെ ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തില്. ഹരിക മാഡം, ആരിഫ് സാറും പറഞ്ഞു തരുന്നത് വളരെ നല്ല രീതിയിലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലും എല്ലാമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, നിങ്ങൾ പഠിക്കാണ്ട് ഇങ്ങനെ ഇത്ര അവർ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ. അതൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. അതെ, മറ്റുള്ള കോച്ചിങ് സെന്റേഴ്സിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഇവര്. ആരിഫ് സാറും ഹാരിക മാഡം വളരെ ഡെഡിക്കേറ്റഡ് ആണ്. വളരെ പിന്നെ അതുപോലെ ഓൺലൈൻ ക്ലാസ്സസിൽ തന്നെയായാലും ആരിഫ് സാറ് വളരെയധികം ടൈം, എത്ര അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ ചെയ്തു, ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് നമ്മളെ കുറിച്ച്. ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരിഫ് സാറിന് തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് കുട്ടിയുടെ എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പൊ അതും ഒരു വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊന്നും കൂടി അലേർട്ട് ആവും, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറഞ്ഞു തരും, തിരുത്തി തരും. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും അതിനുള്ള സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, എല്ലാ കോച്ചിങ് സെന്ററിലും അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2-3 കുട്ടികളോട് ചോദിച്ചപ്പോൾ അവര് അങ്ങനെയൊന്നും അവർക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പായിട്ടുള്ള അതില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇവരുടെ മാത്രം ഹൈലൈറ്റ്സ് ആണ്. ഈ എക്സാം എഴുതുന്നവര് തീർച്ചയായിട്ടും നവംബർ മാസത്തിലൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എലൈറ്റ് എക്സ്പെർട്ടൈസ്. നിങ്ങളെ ഷുവറായിട്ട് ജയിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആണ്. ഇവരുടെ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവര് പറഞ്ഞു തരും. പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ഭാഗത്തെ ഹാർഡ് വർക്കാണ്. പിന്നെ അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഇവരുടെ ഗൈഡൻസും നമ്മുടെ ഒരു ഹാർഡ് വർക്കും കൂടെ വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് പാസ്സാവാൻ പറ്റും. കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇത് പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ ഒരു 10 yearsന് മേലെ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്, ക്യാപ്സ് പാസ്സാവാൻ പറ്റിയത്. അപ്പൊ തീർച്ചയായും
നിങ്ങൾക്കും മറ്റ് ഇനി വരാനിരിക്കുന്നവർക്കും ഇതൊരു നല്ല പ്ലാറ്റ്ഫോം ആണ് എലൈറ്റ്. അതെ ഹരികമാനും ആരിഫ് സാറിനും പിന്നെ അവർ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയച്ചാലും അവർ തിരിച്ച് നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതെ അതുപോലെ ഗ്രൂപ്പിലായാലും മറ്റു സ്റ്റുഡൻസ് ആയാലും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അതെ അതെ നല്ല ആണ്. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഹാർഡ് വർക്ക് വേണം, അതുപോലെ അവരുടെ ഗൈഡൻസും നമ്മളെ ക്യാപ്സ് പാസ്സാവാൻ സഹായിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. ഇത്രയും നമ്മൾക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു അവസരം തന്നതിന് താങ്ക് യു. നോ പ്രോബ്ലം ചേച്ചി. അപ്പം ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതായിട്ട് നടന്ന് നമുക്ക് ഓസ്ട്രേലിയയിൽ കാണാം. ഓക്കെ, ഷുവർ ഷുവർ. ഞാനും പ്രാർത്ഥിക്കാം. അതെ അതെ അതെ, എല്ലാം ഇനി മുന്നോട്ട് എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമ്മുടെ വക. ഓക്കെ ചേച്ചി. ഒന്നും പേടിക്കാനില്ല. എന്തോ? അല്ല, എലൈറ്റിലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അതെ അതെ അതെ, ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ അവിടെ വേറൊരാളും കൂടി ഉണ്ട്, രേഖ. നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാനായിട്ട് അതെ രേഖയുണ്ട്. അതെ അതെ, ടെക്നിക്കലി എല്ലാം മാനേജ് ചെയ്യാൻ വികാസ് ഉണ്ട്. സോ അങ്ങനെ ഒരു എന്താ സ്മോൾ ടീമാണ്, വെരി സ്കിൽഡ്. സോ അതുകൊണ്ട് ഓക്കെ ചേച്ചി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ.